കാൽപന്ത് കളിയോടുള്ള അടങ്ങാത്ത ആവേശം പല രൂപത്തിൽ പ്രകടമാക്കുന്ന ആളുകളുണ്ട്. കോഴിക്കോട് കുറ്റിച്ചിറ സ്വദേശിയും കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായ ബ്രസീലിയയ്ക്ക് ഈ പേര് ലഭിക്കാൻ കാരണവും അത്തരം ഒരു ഇഷ്ടം കൊണ്ടാണ്. ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട്ടുകാരുടെ ഫുട്ബോൾ പ്രേമം അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് പറയുന്നത് ചുമ്മാതല്ല. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെടുത്താം. അദ്ദേഹത്തെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ അതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകും. ബ്രസീലിയ എന്നാണ് പേര്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്? എൻ്റെ സിസ്റ്റർ പേര് ബദിരിയ എന്നായിരുന്നു. അപ്പോൾ ബി വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടുകാരെല്ലാവരും ആലോചിച്ച സമയത്ത് അങ്കിളാണ് ഈ നെയിം ഇടുന്നത്, ബ്രസീലിയ എന്ന്. അന്ന് ഫുട്ബോൾ ആരാധകൻ കൂടി ആയതുകൊണ്ടാണോ അങ്ങനെ ഒരു പേരിട്ടത്? അല്ല, അത് ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കും. കാരണം ബി വെച്ചിട്ട് നമ്മളൊരു പേര് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുമ്പോൾ നമുക്ക് ഈ ഫുട്ബോളുമായിട്ട് കുറച്ചും കൂടെ ഒരു അടുപ്പമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു പേരിലേക്ക് എത്തിച്ചേർന്നത്. ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ ബ്രസീലിയ എന്നുള്ള പേര് അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു കൗതുകമായിരിക്കും. അതെങ്ങനെയാ ഇത്രയും കാലത്തിനിടയ്ക്ക് ഗുണം ചെയ്തിട്ടുള്ളത്? ഞാൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്. ആ സമയത്ത് നമ്മളെ സീനിയേഴ്സൊക്കെ വന്ന് പരിചയപ്പെടുമല്ലോ. അങ്ങനെ പരിചയപ്പെടുന്ന സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പേര് ചോദിച്ചപ്പോൾ ബ്രസീലിയ എന്ന് പറഞ്ഞു. ബ്രസീലിയ എന്ന് പറഞ്ഞപ്പോൾ ആള് വിചാരിച്ചത് വെറുതെ തമാശക്ക് പറയാണെന്നാ. അങ്ങനെ അപ്പോൾ ആളെടുത്ത് പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു ഡഗ്ലസ് എന്ന്. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. പിന്നീട് 2010 ഇവിടെ നമ്മളെ നൈനാംവളപ്പിൽ കൗൺസിലറായിട്ട് മത്സരിക്കുമ്പോഴാണ് ഈ പേര് വല്ലാണ്ട് എല്ലാവരും ജനങ്ങൾക്ക് അറിയാൻ തുടങ്ങിയതും. ഈ ലോകകപ്പ് നടക്കുമ്പം ശരിക്കും ബ്രസീലിലേക്ക് ഏത് ടീമിനെയാണ് ഇഷ്ടം? ഏത് താരത്തെയാണ് ഇഷ്ടം? ഇഷ്ടം ബ്രസീൽ തന്നെയാണ്. അതേപോലെ തന്നെ ഒബ്വിയസ്ലി നെയ്മർ നമ്മളുടെ ഇഷ്ടതാരമാണ്. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫുട്ബോളിനെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിന്റെ കാരണങ്ങൾ, അതിന്റെ തെളിവുകൾ ഇതൊക്കെ തന്നെയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പേരിടുക, ഈ ഫുട്ബോളിനോടുള്ള ആവേശം, ഫുട്ബോളിനോടുള്ള സ്നേഹം ഈ ആളുകൾ പ്രകടിപ്പിക്കുകയാണ്. നൈനാംവളപ്പിൽ നിന്നും അരുൺ പുതുപ്പാടിക്കൊപ്പം ബെൻസൺ ബാബു, മങ്ങാട്, ന്യൂസ് മലയാളം.